അങ്ങനെ പിന്നെ വളരെ വിഷമം. ഞാൻ ഇവിടെ മാതാവിൻ്റെ മുമ്പ് വന്നിരുന്ന് ഒരുപാട് കരഞ്ഞിട്ടാണ് ഞാൻ അന്ന് പോകുന്നത്. പോയി പിന്നെ ഞാൻ പതുക്കെ പള്ളിയിലൊക്കെ പോകാൻ തുടങ്ങി. പൂജയ്ക്കൊക്കെ പള്ളിയിൽ ദിവ്യബലിയിൽ ഇരിക്കുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമാണ്. എൻ്റെ കൂടെ ഉള്ള എല്ലാവരും പരിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ വെറുതെ നോയിക്കൊണ്ടിരിക്കും. അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞു. അപ്പോൾ എല്ലാവരും എൻ്റെ അടുത്ത് പറയും, നമുക്ക് അച്ഛനെ പോയെന്ന് കാണാം. എൻ്റെ സിസ്റ്റർ ഹസ്ബൻഡാണ് അതിനെല്ലാത്തിനും എന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അങ്ങനെ ഞങ്ങൾ ഒരു ദിവസം അച്ഛനെ പോയി കണ്ടു. അപ്പം ഞാൻ പോകുന്നതിന് മുമ്പേ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞിട്ടാണ് പോകുന്നത്, മാതാവിൻ്റെ കൂടെ വരണം, മാതാവ് തന്നെ എനിക്ക് വേണ്ടി അച്ഛനടുത്ത് സംസാരിക്കണം, എല്ലാ കാര്യങ്ങളും ഓക്കെ ആക്കി തരണം. അങ്ങനെ ഞങ്ങൾ പോയി അച്ഛനെ കണ്ടു, സംസാരിച്ചു. അച്ഛൻ വളരെ ഹാപ്പി ആയിട്ട്, അച്ഛൻ നല്ല പോസിറ്റീവായിട്ട് പറഞ്ഞ് നമുക്കെല്ലാം ശരിയാക്കാം. അങ്ങനെ പിന്നെ എല്ലാ കാര്യങ്ങളും പെട്ടെന്നായിരുന്നു. ഹസ്ബൻഡിന് വിളിപ്പിച്ച് അച്ഛനെ കാണണമെന്ന് പറഞ്ഞ് കണ്ടു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ആദ്യമായി പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ പുണ്യ അൾത്താരയിൽ കയറി ഒരു സാക്ഷ്യം പറയുവാൻ അമ്മയുടെ സാക്ഷിയാക്കി എന്നെ ഉയർത്തിയതിന് പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും കോടാനുകോടി നന്ദി പറയുന്നു. ഞാൻ 2021 സെപ്റ്റംബറിലാണ് ഇവിടെ ആദ്യമായി വരുന്നത്. എൻ്റെ സിസ്റ്ററും ഹസ്ബൻഡും കൂടിയാണ് എന്നെ ആദ്യമായിട്ട് ഇവിടേക്ക് കൊണ്ടുവരുന്നത്. ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കും മാതാവ് പരിഹാരം കാണിച്ചു തരും എന്ന് പറഞ്ഞാണ് അവരെന്നെ ഇവിടെ കൊണ്ടുവരുന്നത്. ഇവിടെ വന്നപ്പോൾ എനിക്ക് ഉടമ്പടിയെക്കുറിച്ച് ഒന്നും അറിയില്ല. ഞാൻ ഉടമ്പടി എന്ന് വാക്ക് മാത്രമേ ഞാൻ കേട്ടിട്ടുള്ളൂ. എനിക്ക് അതിനെക്കുറിച്ച് ഒന്നും അറിയില്ലായിരുന്നു. വെറുതെ ഇവിടെ വന്നിട്ട് പോകാം, പള്ളിയൊക്കെ ഒന്ന് കണ്ടിട്ട് പോകാം എന്ന ഇതിലാണ് വരുന്നത്. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു എനിക്ക് ഉടമ്പടി എടുക്കണം. അപ്പോൾ എൻ്റെ അനിയത്തി എൻ്റെ അടുത്ത് പറഞ്ഞു, നീ ആദ്യമായിട്ടല്ലേ വരുന്നത്, ഇപ്പം നീ ഉടമ്പടി എടുക്കണ്ട, ഇവിടെ മാതാവിനെ കണ്ട് പ്രാർത്ഥിച്ചിട്ട് നമുക്ക് പോകാം, അടുത്ത് വരുമ്പോൾ ഉടമ്പടി എടുക്കാം. പക്ഷെ ഞാൻ പറഞ്ഞു എനിക്ക് എന്തായാലും ഉടമ്പടി എടുക്കണം എന്ന് പറഞ്ഞ് എൻ്റെ നിർബന്ധത്തിൽ ഉടമ്പടി എടുത്തു. ക്ലാസ്സിന് പോയി. മുകളിൽ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഭയങ്കര കരച്ചിലാണ്. എനിക്ക് ഈശോയും മാതാവിനെയും കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമാണ്. ഞാൻ കരഞ്ഞുകൊണ്ടിരുന്നു. അത് കഴിഞ്ഞ് ഉടമ്പടി എടുത്ത് തിരിച്ചു പോയി. പക്ഷേ അതിൻ്റെ ഉടമ്പടിയുടേതായ നിബന്ധനകളൊന്നും ഞാൻ അപ്പോഴ് പാലിച്ചു തുടങ്ങിയില്ല. അത് കഴിഞ്ഞ് ഒരു 5-6 മാസം കഴിഞ്ഞാണ് പിന്നെ ഞാൻ രണ്ടാമത് കൃപാസനത്തിൽ വരുന്നത്. അതെൻ്റെ ബ്രദർ എന്നെ വിളിച്ചുകൊണ്ട് വന്നതാണ്. ഇവിടെ വന്നപ്പോൾ ഉടമ്പടി പുതുക്കാം എന്ന ഒരു ഇതിലാണ് ഞാൻ വരുന്നത്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ എൻ്റെ ചേച്ചി എൻ്റെ അടുത്ത് പറയുക, കുർബാനയും കുമ്പസാരവും ഒക്കെ ഉള്ളവർക്കേ ഉടമ്പടി പുതുക്കാൻ പറ്റത്തുള്ളൂ. അപ്പം ഞാൻ ജനിച്ചതും വളർന്നതും എല്ലാം ഒരു ക്രിസ്ത്യാനിയായിട്ടാണ്. പള്ളിയിൽ പൂർണ്ണമായും സജീവമായി തന്നെയാണ് ഞാൻ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ എൻ്റെ വിവാഹം ഒരു ലവ് മാരേജ് ആയിരുന്നു. അങ്ങനെ ഹസ്ബൻഡും വീട്ടുകാരും ഒക്കെ ഹിന്ദുക്കളാണ്. അപ്പം എൻ്റെ പപ്പയ്ക്ക് ഈ വിവാഹത്തിൽ താല്പര്യം ഉണ്ടായിരുന്നില്ല. അപ്പം ഞങ്ങളുടെ താല്പര്യപ്രകാരം ഞങ്ങൾ വിവാഹം കഴിച്ചു. അതിനുശേഷം ഞാനും ഹിന്ദു മതത്തിലോട്ടാണ്, എൻ്റെ വിശ്വാസവും പിന്നെ അതിലോട്ടായി. അങ്ങനെ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുക. ഇവിടെ ഞാൻ ഒരു സിസ്റ്ററെ അടുത്ത് ചോദിക്കുകയും ചെയ്തു, എനിക്ക് പുതുക്കാൻ പറ്റുമോ? അപ്പോൾ സിസ്റ്റർ പറഞ്ഞില്ല, കുമ്പസാരവും കുർബാനയും ഒക്കെ എടുത്താൽ മാത്രമേ ഉടമ്പടി എടുക്കാനും അത് പുതുക്കുവാനും സാധിക്കുകയുള്ളൂ എന്ന്. അങ്ങനെ പിന്നെ വളരെ വിഷമം. ഞാൻ ഇവിടെ മാതാവിൻ്റെ മുമ്പ് വന്നിരുന്ന് ഒരുപാട് കരഞ്ഞിട്ടാണ് ഞാൻ അന്ന് പോകുന്നത്. പോയി പിന്നെ ഞാൻ പതുക്കെ പള്ളിയിലൊക്കെ പോകാൻ തുടങ്ങി. പൂജയ്ക്കൊക്കെ പള്ളിയിൽ ദിവ്യബലിയിൽ ഇരിക്കുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമാണ്. എൻ്റെ കൂടെ ഉള്ള എല്ലാവരും പരിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ വെറുതെ നോയിക്കൊണ്ടിരിക്കും. അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞു. അപ്പോൾ എല്ലാവരും എൻ്റെ അടുത്ത് പറയും, നമുക്ക് അച്ഛനെ പോയെന്ന് കാണാം. എൻ്റെ സിസ്റ്റർ ഹസ്ബൻഡാണ് അതിനെല്ലാത്തിനും എന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അങ്ങനെ ഞങ്ങൾ ഒരു ദിവസം അച്ഛനെ പോയി കണ്ടു. അപ്പം ഞാൻ പോകുന്നതിന് മുമ്പേ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞിട്ടാണ് പോകുന്നത്, മാതാവിൻ്റെ കൂടെ വരണം, മാതാവ് തന്നെ എനിക്ക് വേണ്ടി അച്ഛനടുത്ത് സംസാരിക്കണം, എല്ലാ കാര്യങ്ങളും ഓക്കെ ആക്കി തരണം. അങ്ങനെ ഞങ്ങൾ പോയി അച്ഛനെ കണ്ടു, സംസാരിച്ചു. അച്ഛൻ വളരെ ഹാപ്പി ആയിട്ട്, അച്ഛൻ നല്ല പോസിറ്റീവായിട്ട് പറഞ്ഞ് നമുക്കെല്ലാം ശരിയാക്കാം. അങ്ങനെ പിന്നെ എല്ലാ കാര്യങ്ങളും പെട്ടെന്നായിരുന്നു. ഹസ്ബൻഡിന് വിളിപ്പിച്ച് അച്ഛനെ കാണണമെന്ന് പറഞ്ഞ് കണ്ടു. എല്ലാം താല്പര്യമാണോ എന്ന് ചോദിച്ചു, സമ്മതിച്ചു. പിന്നെ ഒരു 3 ആഴ്ചയുടെ ഡിഫറൻസിൽ ജ്ഞാനസ്നാനം, കുമ്പസാരം, കുർബാന, താലി, ആശീർവാദം എല്ലാം വളരെ പെട്ടെന്നായിരുന്നു. അതെല്ലാവർക്കും വലിയൊരു അത്ഭുതമായിരുന്നു. എൻ്റെ അടുത്ത് തന്നെ എല്ലാവരും പറയുമായിരുന്നു, മാതാവിൻ്റെ അനുഗ്രഹമാണ്, മാതാവിൻ്റെ അത്ഭുതമാണ് എന്ന്. അങ്ങനെ പള്ളിയിലെ കാര്യങ്ങളെല്ലാം ഓക്കെ ആയി. പിന്നെയാണ് ഞാൻ ഉടമ്പടി പാലിക്കാൻ തുടങ്ങുന്നത്.
അത് കഴിഞ്ഞ് എൻ്റെ മൂത്ത മകൾ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയം. അപ്പോൾ അവൾക്ക് നല്ല മാർക്ക് കിട്ടണേ എന്ന് ഞാൻ മാതാവിനോട് ഒരു നിയോഗം വെച്ചിരുന്നു. മാർച്ചിലാണ് എക്സാം. ജനുവരി ആയപ്പോൾ അവൾ ഡാൻസ് കളിക്കുന്നതിനിടയ്ക്ക് ഒന്ന് വീണ് കാല് നല്ല പൊട്ടലായിരുന്നു. അപ്പോൾ അടുത്ത ഹോസ്പിറ്റലിൽ പോയപ്പോൾ പറഞ്ഞ് നല്ല പൊട്ടലാണ്, സർജറി വേണ്ടി വരും, മെഡിക്കൽ കോളേജിലോട്ട് പോകാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലോട്ട് പോയി. ഭയങ്കര സങ്കടം എല്ലാവർക്കും, കാരണം അവൾ പഠിക്കുന്ന കൂട്ടത്തിലാണ്, പിന്നെ ഇനിയുള്ള റിവിഷൻ ക്ലാസ്സുകളാണ്, അതൊന്നും കിട്ടത്തില്ല എന്നൊക്കെയുള്ള വിഷയം. ഞാൻ മാതാവിനോട് ഒരുപാട് ഞാൻ കരഞ്ഞു. അവൾ വീണ ഉടനെ തന്നെ ഞാൻ മാതാവിൻ്റെ തൈലം എല്ലാം കാലിൽ പുരട്ടി വിശ്വാസ പ്രമാണം എല്ലാം ചൊല്ലി തേന് കൊടുത്തു, എല്ലാം കൊടുത്തിട്ടാണ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നത്. അങ്ങനെ ഞങ്ങൾ മെഡിക്കൽ കോളേജിൽ പോയി എക്സ്റേ എടുത്തു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു നല്ല പൊട്ടൽ തന്നെയാണ്, പക്ഷെ അവൾ കുഞ്ഞല്ലേ, നമുക്ക് ഒരു 2 ആഴ്ച പ്ലാസ്റ്റർ ഇട്ട് നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അവളെ കാലിൽ പ്ലാസ്റ്റർ ഇട്ട് കഴിഞ്ഞ് അപ്പോഴാണ് അവൾക്ക് മോഡൽ എക്സാം തുടങ്ങി. റിവിഷൻ ക്ലാസ് ഒന്നും കിട്ടിയിട്ടില്ല. ഞങ്ങൾ അവളെ കാറിൽ കൊണ്ടുപോകും, താഴെ ചെയറിട്ടിരുത്തി സിസ്റ്റർമാർ അവളെ കൊണ്ട് എക്സാം എഴുതിപ്പിച്ചു. അത് കഴിഞ്ഞ് 2 ആഴ്ച കഴിഞ്ഞ് അപ്പോഴൊക്കെ ഞാൻ മാതാവ് എന്നും സന്ധ്യാപ്രാർത്ഥന കഴിഞ്ഞ് അവൾക്ക് തൈലം പൂശി ഞാൻ അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും, നെറ്റിയിലെല്ലാം കുരിശ് വരയ്ക്കും. അങ്ങനെ അത് കഴിഞ്ഞ് മോഡൽ എക്സാം കഴിഞ്ഞ് 2 ആഴ്ച കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും ഹോസ്പിറ്റലിൽ പോയി എക്സ്റേ എടുത്തു. അപ്പോൾ ഡോക്ടർ പറഞ്ഞ് ചെറിയൊരു വ്യത്യാസമുണ്ട്, എന്തായാലും ഇപ്പം നമുക്ക് സർജറി ചെയ്യേണ്ട, 2 ആഴ്ചത്തേക്കും കൂടി പ്ലാസ്റ്റർ ഇടാമെന്ന് പറഞ്ഞു. അങ്ങനെ വീണ്ടും 2 ആഴ്ചത്തേക്ക് കൂടി പ്ലാസ്റ്റർ ഇട്ടു. അപ്പോഴും എക്സാം എല്ലാം കഴിഞ്ഞു, അടുത്ത ഫൈനൽ എക്സാമിൻ്റെ ഡേറ്റുമായി. അത് കഴിഞ്ഞ് വീണ്ടും ആ 2 ആഴ്ച കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും പോവുകയാണ്. പോയപ്പോൾ ഡോക്ടർ പറഞ്ഞു നല്ല മാറ്റമുണ്ട്, എന്തായാലും ഇപ്പം നമുക്ക് സർജറി വേണ്ട, കുറച്ചും കൂടി വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഈ പ്ലാസ്റ്റർ ഇട്ടുകൊണ്ടാണ് നമ്മൾ അവളെ എക്സാമിന് കൊണ്ടുപോകുന്നത്. പരീക്ഷാ ഭവനിൽ നിന്ന് പ്രത്യേക ഓർഡറെല്ലാം വാങ്ങി അവളെ സ്റ്റെയറൊന്നും കയറ്റാതെ താഴെ ഇരുത്തിയാണ് സിസ്റ്റർമാരെല്ലാം കൂടി അവളെ എക്സാം എഴുതിപ്പിച്ചത്. അവസാനം റിസൾട്ട് വന്നു. ഞാൻ ഫുൾ A+ കിട്ടണമെന്നാണ് എൻ്റെ ആഗ്രഹം. പക്ഷേ 8 A+ഉം 2 Aയും നൽകി മാതാവ് അനുഗ്രഹിച്ചു. അവളുടെ കാലും ഓക്കെ ആയി, സർജറി ഒന്നുമില്ലാതെ അവളുടെ കാലും ഓക്കെ ആയി. അവളിപ്പം നന്നായിട്ട് നടക്കുന്നുണ്ട്. അടുത്തതാണ് ഞാൻ ഇവിടെ കൃപാസനത്തിൽ വരുവാൻ തന്നെ കാരണം അതാണ്. എൻ്റെ ആദ്യത്തെ നിയോഗം എനിക്കൊരു ഗവൺമെൻറ് ജോലി. ഞാൻ ചെറുതിലേ തന്നെ പഠിക്കുന്ന കൂട്ടത്തിൽ തന്നെയായിരുന്നു. പക്ഷേ വിവാഹം കഴിഞ്ഞതിന് ശേഷം പിന്നെ പഠിത്തത്തിൻ്റെ ടച്ചൊക്കെ പോയി. പിന്നെ വീട്ടിലെ മക്കളെ കാര്യവും ഹസ്ബൻഡിൻ്റെ കാര്യമൊക്കെ നോക്കി അങ്ങനെ അങ്ങ് ഒതുങ്ങിക്കൂടി. പിന്നെ കുറച്ച് കഴിഞ്ഞ് പിന്നെ എല്ലാവരും പറഞ്ഞു തുടങ്ങി ജോലി വേണം, അല്ലാതെ മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. അങ്ങനെയൊക്കെ ഞാൻ പിന്നെ PSC ക്ലാസ്സിന് പോയി തുടങ്ങി. അപ്പോഴൊക്കെ മക്കൾ വലുതായി, എനിക്ക് ഭയങ്കര നാണക്കേടാണ് ക്ലാസ്സിനൊക്കെ പോകാൻ. അങ്ങനെ ക്ലാസ്സിനൊക്കെ പോയി തുടങ്ങി. പക്ഷേ ലിസ്റ്റിലൊക്കെ വന്നു, 1-2 ലിസ്റ്റിലൊക്കെ വന്ന് ഒരുപാട് പുറകിലായിരുന്നു. ഇവിടെ ആദ്യം വന്ന് ഉടമ്പടി എടുത്ത് ഒരു 2 മാസം കഴിഞ്ഞപ്പോൾ എനിക്കൊരു എക്സാം ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു 15 വർഷത്തോളമായി ഞാൻ ജോലിയില്ലാതെ വെറുതെ വീട്ടിൽ നിന്ന് 15 വർഷമാണ് പോയത്. അപ്പോൾ എൻ്റെ സിസ്റ്ററിന് ആ പോസ്റ്റിലാണ് ജോലി. അവൾ അതിൽ ജോയിൻ ചെയ്തിട്ട് 3.5 വർഷമായി. അപ്പോൾ അവൾ എന്നെ ഇതിനു വേണ്ടി മോട്ടിവേറ്റ് ചെയ്തു. നീ ഇത് വെച്ച് പടി, മാതാവിനെ വിളിച്ചുകൊണ്ട് നീ നന്നായിട്ട് അതിന് വേണ്ടി പടി എന്ന് പറഞ്ഞ് ഞാൻ വീണ്ടും ക്ലാസ്സിന് പോയി തുടങ്ങി. വളരെ സന്തോഷമായിട്ട് പോയി എക്സാം എഴുതിയിട്ട് വന്നു. കാശ് രൂപവും കൊണ്ടുപോയി തൈലം എല്ലാം പുരട്ടി ജവമാലയൊക്കെ കഴുത്തിലിട്ടാണ് മാതാവിൻ്റെ കാശ് രൂപം എല്ലാം കൊണ്ടാണ് പോകുന്നത്. എക്സാം എഴുതി വളരെ ഹാപ്പി ആയിട്ട് വന്നു. എക്സാം നല്ല എളുപ്പമായിരുന്നു. പക്ഷേ വീട്ടിൽ വന്ന് ആൻസർ കീ നോക്കിയപ്പോഴത്തേക്ക് എനിക്ക് 19 ആൻസർ എനിക്ക് തെറ്റിപ്പോയി. എനിക്ക് ഭയങ്കര വിഷമമായി. ഞാൻ ഭയങ്കര കരച്ചിലായിരുന്നു. മാതാവിൻ്റെ മുമ്പ് പോയി നിന്ന് ഉടമ്പടി എടുത്തതേ ഇതിനാണ്, മാതാവ് എനിക്കൊരു ജോലി തരാൻ വേണ്ടിയാണെന്ന് പറഞ്ഞ് എനിക്ക് ഭയങ്കര വിഷമമായി. അങ്ങനെ അവസാനം റാങ്ക് ലിസ്റ്റ് വന്നപ്പോൾ ഞാൻ സപ്ലിയിലായി. LC കാറ്റഗറിയിൽ ഞാൻ സപ്ലിയിൽ 2ാമത്. മെയിൻ ലിസ്റ്റിൽ 2 LCക്കാരുണ്ട്, സപ്ലിയിൽ എനിക്ക് മുന്നേ ഒരാളുണ്ട്. അപ്പോൾ എനിക്ക് 3 പേര് എൻ്റെ മുന്നിലുണ്ട്. അവിടെയാണ് മാതാവിൻ്റെ അത്ഭുതം. ആ 3 പേർക്കും വേറെ ഗവൺമെൻറ് ജോലി ഉണ്ടായിരുന്നു. അങ്ങനെ ആദ്യത്തെ അപ്പോയിൻമെൻറ്റ് ഓർഡർ മാതാവ് എനിക്ക് തന്നു. കഴിഞ്ഞ 18-ാം തീയതി അപ്പോയിൻമെൻറ്റ് ഓർഡർ എൻ്റെ കയ്യിൽ കിട്ടി. 20-ാം തീയതി ഞാൻ പോയി ജോയിൻ ചെയ്തു. കാസർഗോഡാണ്. അപ്പോയിൻമെൻറ്റ് ഓർഡർ കിട്ടിയാൽ ഉടനെ ഇവിടെ ഒന്ന് സാക്ഷ്യം പറഞ്ഞോളാം എന്നാണ് മാതാവിനോട് ഞാൻ പറഞ്ഞിരുന്നത്. പക്ഷേ എനിക്കപ്പോൾ സാധിച്ചില്ല, പെട്ടെന്ന് പോകേണ്ടി വന്നു. അങ്ങനെ എൻ്റെ അനിയത്തിയുടെ കൂടെ തന്നെയാണ് എനിക്ക് ജോലി. ഞങ്ങൾ ഒരുമിച്ചാണ് താമസം. അത് വളരെ അത്ഭുതമായിരുന്നു. അത്
അവൾ മുഖാന്തരം എല്ലാ കാര്യങ്ങളും എനിക്ക് അവിടെ ഈസി ആയിരുന്നു, ഒന്നിനും ഒരു ബുദ്ധിമുട്ടില്ല. അങ്ങനെ ഞാൻ ജോലിയിൽ ജോയിൻ ചെയ്തു. ശനിയാഴ്ച തിരിച്ച് നാട്ടിലെത്തി. ഇന്ന് ഞങ്ങളിവിടെ വന്നു. സാക്ഷ്യം പറയണോ എന്നുള്ള ഒരിതിൽ തന്നെയാണ് വന്നത്. അത് കഴിഞ്ഞ് എൻ്റെ ഭയങ്കര സന്തോഷത്തിലാണ് ഞാനിവിടെ നിൽക്കുന്നത്. കാരണം എൻ്റെ ഭർത്താവ് ഒരു ഹിന്ദുമത വിശ്വാസി ആയതുകൊണ്ട് തന്നെ മാതാവിനോട് വിശ്വാസം തന്നെയാണ്. ഞാൻ പോകുന്നതിലൊന്നും ഒരു ഇതില്ല, പക്ഷെ എന്നെ പോലുള്ള ഒരു വിശ്വാസം അദ്ദേഹത്തിനില്ല. അപ്പോൾ എനിക്കിവിടെ അദ്ദേഹത്തിന് ഞാൻ ഇവിടെ ഒരു 1.5 വർഷമായിട്ട് ഞാനിങ്ങനെ സ്ഥിരം എല്ലാ മാസവും ഞങ്ങളിവിടെ വരും. ഞങ്ങളൊരു ഗ്രൂപ്പായിട്ടാണ് അവിടെ നിന്ന് വരുന്നത്. 50 പേരടങ്ങുന്ന വലിയ ബസ്സിലാണ് ഞങ്ങൾ അവിടെ നിന്ന് വരുന്നത്. എല്ലാ മാസവും ഞങ്ങളാണ്, ഞാനും എൻ്റെ ബ്രദറും വൈഫും ഒക്കെയാണ് ഇതിന് മേൽനോട്ടം വഹിക്കുന്നത്. എല്ലാവരെയും വിളിച്ചു കൂട്ടി ഞങ്ങളിവിടെ എത്തും. അപ്പോഴൊക്കെ ഞാൻ വിളിക്കും, ചേട്ടനും കൂടി എൻ്റെ കൂടെ വരണം. പക്ഷെ അദ്ദേഹം പറഞ്ഞ്, നിനക്കൊരു ഗവൺമെൻറ് ജോലി കിട്ടുകയാണെങ്കിൽ ഞാൻ വരാം. അപ്പോൾ എനിക്കിന്ന് ഇരട്ടി മധുരമാണ്. എനിക്ക് എൻ്റെ ജോലിയും കിട്ടി, അതിലൂടെ എൻ്റെ ഭർത്താവിനെ എനിക്കിന്നിവിടെ കൊണ്ടുവരാൻ പറ്റി. ആദ്യമായിട്ടാണ് അദ്ദേഹം ഈ കൃപാസനത്തിൽ കടന്നു വരുന്നത്. എനിക്കത് ഭയങ്കര സന്തോഷമാണ്. പിന്നെ ഇതുകൂടാതെ ഒരുപാട് ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് അനുഗ്രഹങ്ങൾ ഞാൻ കരഞ്ഞുകൊണ്ട് മാതാവിനോട് ചോദിച്ചാലും മാതാവ് എനിക്കത് തരും. ഒരിക്കൽ ഞാൻ മാതാവിനെ ഈശോയെ ഉപേക്ഷിച്ച് പോയതാണ്. എന്നാലും പൂർവാധിക ശക്തിയോടെ മാതാവിനെ ചേർത്ത് പിടിക്കുകയായിരുന്നു. എല്ലാ കാര്യങ്ങളും എൻ്റെ മനസ്സൊന്ന് വിഷമിച്ചാൽ എനിക്ക് അതിന് ഉത്തരം ഉടനെ അത് കിട്ടിയിരിക്കും. പിന്നെ പ്രേക്ഷിത പ്രവർത്തനം ഞങ്ങൾ എല്ലാ മാസവും ഇവിടെ വരും. പത്രം വാങ്ങിക്കൊണ്ട് പോകും. ഞാൻ വീടുകളിലും പള്ളിയിലും ആശുപത്രികളിലും എല്ലാം കൊണ്ടുപോയി പത്രം കൊടുക്കും. പിന്നെ കാരുണ്യ പ്രവർത്തികൾ, ഞങ്ങൾ ഒരു ഗ്രൂപ്പ് തന്നെയുണ്ട്, കൃപാസനം എന്നാണ് ഞങ്ങളുടെ ഗ്രൂപ്പിൻ്റെ പേര്. ഞങ്ങളെല്ലാവരും ചേർന്ന് എല്ലാ മാസം 2 മാസത്തിലൊരിക്കലെങ്കിലും ഒരു അനാഥാലയം സന്ദർശിക്കും. അവിടത്തേക്ക് 1 മാസത്തേക്ക് ആവശ്യമായുള്ള എല്ലാ സാധനങ്ങളും ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയും ഞങ്ങൾ വാങ്ങി അവിടെ എത്തിക്കും. പിന്നെ ഞങ്ങൾ വസ്ത്രങ്ങൾ എല്ലാം ശേഖരിച്ച് അത് ഞങ്ങളവിടെ കൊണ്ടെത്തിക്കും. കഴിഞ്ഞ മാസം തന്നെ ഞങ്ങളൊരു ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പൊതിച്ചോറ്, അത് ഞങ്ങളെ വീട്ടിൽ തന്നെ എല്ലാവരും, ഞങ്ങളെ ഗ്രൂപ്പിലുള്ളവരും നാട്ടുകാരും എല്ലാവരും സഹകരിച്ച് നല്ല രീതിയിൽ ഞങ്ങൾക്ക് പൊതിച്ചോറ് അവിടെ കൊണ്ടെത്തിക്കാൻ സാധിച്ചു. പിന്നെ ഞങ്ങളുടെ കൂടെ ഒരുപാട് പേര് ഞങ്ങളെ എനിക്ക് ഈ ജോലി കിട്ടിയപ്പോൾ തന്നെ എല്ലാവർക്കും ഭയങ്കര വിശ്വാസമാണ്. എൻ്റെ പള്ളിയിലെ കാര്യങ്ങളെല്ലാം ഓക്കെ ആയപ്പോൾ തന്നെ ഒരുപാട് പേരാണ് ഈ മാതാവിൽ വിശ്വസിച്ച് ഇവിടെ എത്താൻ തുടങ്ങി. ഒരുപാട് പേര് ഞങ്ങളുടെ ഒരു ഇതിൽ ഒരുപാട് പേര് വന്ന് ഇവിടെ ഉടമ്പടി എടുത്തു, മാതാവിനെ കൂടുതൽ അറിയാനും ചെയ്തു. എനിക്ക് ജോലിയും കൂടെ കിട്ടിയപ്പോൾ അവരുടെ എല്ലാ വിശ്വാസം കൂടി. ഞങ്ങളുടെ ഗ്രൂപ്പിൽ നിന്ന് ആദ്യമായിട്ട് ഈ അൾത്താരയിൽ കയറുന്ന സാക്ഷ്യം പറയുന്നത് ഞാനാണ്. അതും എനിക്ക് വലിയ സന്തോഷമാണ്. എനിക്ക് മാതാവിനെ വേണ്ട, ഈശോയെ വേണ്ടെന്ന് പറഞ്ഞ് പോയ എനിക്ക് ഇത്രയും അനുഗ്രഹങ്ങളെല്ലാം തരാൻ പറ്റുന്ന മാതാവിന് ഇവിടെ വരുന്ന ആരെയും മാതാവ് വെറും കൈയോടെ വിടില്ല. അത് 100% ഉറപ്പാണ്. എല്ലാവർക്കും എല്ലാ അനുഗ്രഹങ്ങളും മാതാവ് ഈശോയിൽ നിന്ന് വാങ്ങിത്തരും. അമ്മ മാതാവും ഈശോയും കൂടി ചെയ്തു തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കോടാനുകോടി നന്ദി അർപ്പിക്കുന്നു.